ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ദീപാവലി വിഷസ്. ഇന്ന് ഞാനൊരു ദീപാവലി സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. നോർത്ത് ഇന്ത്യയിലാണ് ദീപാവലി കൂടുതൽ ആഘോഷിച്ച് കാണുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യ സ്വീറ്റാണ്. അപ്പോൾ തുടങ്ങാം. 3 കപ്പ് മൈദ ഇപ്പോൾ 1/2 കപ്പ് നെയ്യ് ചേർത്ത് കുഴച്ചെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഈ പൊടിയുടെ എല്ലാ വശത്തേക്കും നെയ്യ് എത്തുന്ന രീതിയിൽ നെയ്യ് ഒഴിച്ച് കുഴച്ചെടുക്കുക. അപ്പോൾ ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മോള് വന്നിട്ടുണ്ട്. അവളാണിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുഴയ്ക്കുന്നതും അതുപോലെ തന്നെ അതിന് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കുന്നതും ഒക്കെ അവളുടെ കൂടെ ഹെൽപ്പിലാണ്. കാരണം ഫെസ്റ്റീവ് സീസൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊക്കെ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫെസ്റ്റീവ് മൂഡ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ നിർബന്ധമായിട്ടും കുട്ടികളെ ആരെങ്കിലും കൂട്ടിയിട്ടാണ് കിച്ചണിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാറ്. അപ്പോൾ ഞാൻ ഇന്ന് അവളെ വിളിച്ചതാണ്. അപ്പോൾ ഇത് ഏകദേശം കുഴച്ച് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്നിച്ച് പിടിക്കുമ്പോൾ ഇങ്ങനെ ഇതേമാതിരി ഷേപ്പിൽ കിട്ടണം. അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്, കുറച്ച് തരിതിരിപ്പായിട്ടുള്ള രീതിയിൽ. പിന്നെ നമ്മൾ നെയ്യ് ചേർത്ത് കുഴയ്ക്കുന്നതുകൊണ്ട് തന്നെ ഈ മാവിന് മുഴുവനും നല്ലൊരു നെയ്യിൻ്റെ മണം ഉണ്ടാവും. അപ്പോൾ അതോടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ വെള്ളം ചേർത്തിട്ട് സാധാരണ നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു 15 തൊട്ട് 20 മിനിറ്റ് സമയം വരെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പാനിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ആ നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഡയറി പ്രൊഡക്റ്റാണ്. മാവ അല്ലെങ്കിൽ ഖോയ എന്ന് പറയും. ഇത് നമുക്ക് എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും. നോർമലി ഇത് എല്ലാ നോർത്ത് ഇന്ത്യൻ ഡിഷസിലും ഉപയോഗിക്കുന്ന ഒരു സ്വീറ്റാണ്. ഈ പാല് കുറച്ച് കട്ടിയാക്കിയിട്ടാണ് ഇത് ഖോയ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മാവ. അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചൊന്ന് ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബ്രൗൺ കളറാവുമ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതൊന്ന് ചെറുതായിട്ട് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അതുപോലെ തന്നെ ഇടുകയാണ്. അപ്പോൾ നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് ചെയ്താൽ മതി. വേണമെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ഇത് കട്ടകൾ കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കേണ്ടി വരും. ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ കൊപ്രപ്പൊടിയാണ്. ഉണക്ക തേങ്ങ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്തു. ഇനി വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞത്, ബദാമും മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 3 കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇത് നല്ല ഹെൽത്തി ഡിഷാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഏലക്കയാണ്. ഒരു 10-12 ഏലക്കയുണ്ട്. അത് ഞാൻ പൊടിച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മെയ്സാണ്, അതായത് ജാതിക്കയുടെ പൂവ്. ഒരു ഫുൾ പൂവ് എടുത്തിട്ടുണ്ട്. അതും ജാതിക്കായുടെ ഒരു 1/4 പോർഷനും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുത്തു. ഈ ജാതിക്ക ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, അധികം ആവരുത്. 1/4 മതിയാവും. അപ്പോൾ അത് ഒരുപാടായിട്ടുണ്ടെങ്കിൽ ഡോമിനേറ്റ് ആവുന്ന ടേസ്റ്റായിട്ട് മാറും. പിന്നെ വേണ്ടത് പൗഡർ ഷുഗറാണ്. അതിപ്പോൾ ഞാനൊരു 3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. ഇനി ഗുജിയ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഡോ ഇപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞു. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു പാകത്തിലെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തു. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ ചപ്പാത്തി മാവ് നന്നായിട്ട് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് പാകത്തിലാണ് മാവ് കുഴച്ചെടുത്തതെന്നുണ്ടെങ്കിൽ എണ്ണ തൂക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ പൊടി വിതറി കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ സാധിക്കും. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ നല്ല ഫ്ലാറ്റായിട്ട് പരത്തി കൊടുക്കുക. കുറച്ച് തിന്നായിട്ട് പരത്തി കൊടുക്കണം. അതിനുശേഷം സർക്കിൾ ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് നമുക്കിതേപോലെ സർക്കിൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിലും ചെറിയ ഷേപ്പിലുള്ള ഗുജിയ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചെറിയ സർക്കിൾ ആണെങ്കിലും മതി. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഏകദേശം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഗുജിയാണ്.
ഇനി ഇത് ഓരോ പോർഷനും എടുത്ത് ചെറുതായിട്ടൊന്ന് പരത്തുക. ഷേപ്പ് പോകാതെ തന്നെ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഫില്ലിംഗ് റെഡി ആയിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സൈഡ് വശങ്ങളിലായിട്ട് കുറച്ച് വെള്ളം ഒന്ന് പുരട്ടി കൊടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളം ചേർത്തിട്ട് സൈഡ് വശം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ചേർത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കണം. രണ്ട് വശവും നന്നായിട്ട് ചേർത്ത് ഒട്ടിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ എണ്ണയിലിടുമ്പോഴേക്ക് എണ്ണയുടെ ചൂട് കൊണ്ട് ഇതിൻ്റെ ഫില്ലിംഗ് മുഴുവനും പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഫോർക്ക് എടുത്ത് ഒരു ചെറിയ ഡിസൈൻ നമുക്ക് കൊടുക്കാം. അങ്ങനെ ആകുമ്പം ഇത് നന്നായിട്ട് ഒട്ടിയിരിക്കും. ഈ ഫോർക്ക് കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇതിൽ ഒട്ടിപ്പോകുന്ന സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോർക്കൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്താൽ മതി. അതിനുശേഷം പിന്നെയും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇതേ രീതിയിൽ ഫോർക്ക് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള 3 ഗുജി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലും എളുപ്പമുള്ള വേറൊരു മെത്തേഡ് ഞാൻ പറയാം. അതിന് വേണ്ടിയിട്ട് ഗുജിയ അച്ച് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതാണെങ്കിൽ ഒന്നുകൂടെ ഈസിയാണ്. ഇതിലും ചെറിയ ഷേപ്പിലുള്ള അച്ച് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിലേക്ക് വെറുതെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത ശേഷം നമുക്കൊന്ന് അടച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും ഇത് കറക്റ്റ് ഷേപ്പിനായിരിക്കും. ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ പീസ് മാവ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് പൊങ്ങി മേലോട്ട് വന്നപ്പോൾ ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇപ്പോൾ കറക്റ്റ് പാകത്തിനാണ്. അതിലേക്ക് ഇനി ഗുജി ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും ഗ്യാസ് ടെമ്പറേച്ചർ ലോ ടു മീഡിയത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് അത് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് ആയി വരുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതേപോലെ മറച്ചും തിരിച്ചും ഇട്ട് രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഗുജി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. ഞാനിത് എണ്ണയ്ക്കകത്ത് മാറ്റിയെടുക്കുകയാണ്. ഇത് ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റുള്ള ഗുജിയാണ്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ടിഷ്യൂ പേപ്പറിൽ ഒട്ടും എണ്ണ വന്നിട്ടില്ല. അതിനുശേഷം ഞാനിത് കഴിച്ച് നോക്കിയപ്പോഴും നമ്മുടെ കയ്യിൽ പോലും ഒട്ടും എണ്ണ വന്നിട്ടുണ്ടായിരുന്നില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഗുജി ഉണ്ടായി വന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് വളരെ ഹെൽത്തിയാണ്. ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ ഹെൽത്തിയും അതേപോലെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്നത്തെയും പോലെ ഞാൻ പറയുകയാണ്, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോകൾ ഇനിയും കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ഒന്ന് ഹിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.